ഉണ്ട്. ഹർത്താലിന്റെ അർത്ഥം എന്തോ? നീയൊക്കെ ഈ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടിക്കാർ ഹർത്താൽ നടത്തുമ്പോൾ ഓച്ചാനിച്ച് റോഡിന്റെ സൈഡിൽ പോയി കൊടിയുടെ മറവിൽ ഒളിച്ചു നിൽക്കുന്ന മറ്റേമ്മമാർ ഇപ്പൊ വന്നിട്ടും സാധാരണക്കാരനെയും ദളിതനെയും പട്ടികജാതിക്കാരനെയൊക്കെ അടിച്ചൊതുക്കാൻ വേണ്ടി നിനക്കൊക്കെ നല്ല കയ്യൊക്കെയുണ്ടല്ലോ. ഇവിടെ കേരളത്തിൽ ഒന്നാം തരം ഹർത്താൽ പ്രതിഷേധം നടക്കുന്ന തിരുവല്ലയിൽ അങ്ങ് കോട്ടാലി പോലുള്ള സ്ഥലങ്ങളിലോട്ട് നീയൊക്കെ ഈ കാക്കിയിട്ടുകൊണ്ട് ചെന്ന് കയറി കൊടുക്കണം. അവന്മാർ വെട്ടിപ്പൊളത്തി നിന്നെയൊക്കെ അങ്ങ് തിരുവനന്തപുരം തലസ്ഥാന നഗരിയിലോട്ട് വിടാം. എന്നൊക്കെ നിന്റെ മന്ത്രിമാർ വരെ മറ്റോമാരുടെ മുമ്പിൽ പോയി ഓച്ചാനിച്ച് നിൽക്കും. കാരണമേ ഞങ്ങളുടെയൊക്കെ ഒരു കൂട്ടം ആളുകളുടെ വോട്ട് മേടിച്ചിട്ടാണ് നിന്റെയൊക്കെ ഏമാമാർ അവിടെ ഇരിക്കുന്നത്. നിതിൻ രാജിന് നീതി കിട്ടാൻ പോകുന്നില്ല. വേറൊന്നും കണ്ടല്ല, ഞാൻ ഇവിടെ ഒരു പോസ്റ്റ് വയ്ക്കാം. ഇന്ന് നിതിൻ രാജിന് നീതി കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഹർത്താൽ ഇന്ന് ആഹ്വാനം ചെയ്തിട്ട് എത്ര ആളുകൾ ഇതിനെ പിന്തുണച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിതിൻ രാജിന് നീതി കിട്ടാൻ പോകുന്നില്ല. ഇന്ന് ഒരു നിതിൻ രാജെങ്കിൽ നാളെ അടുത്ത നിതിൻ രാജ് വരും. അപ്പം നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ്, നമ്മുടെ നിയമം അങ്ങനെയാണ്. നീതി കിട്ടാൻ പോകുന്നില്ല. ആത്മാർത്ഥമായിട്ട് നീതി കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. ഇന്നത്തെ ഹർത്താലിന് എത്ര ആളുകൾ പിന്തുണച്ചു ഒന്നാലോചിച്ച് നോക്കിയേ. എത്ര ആളുകൾ പിന്തുണച്ചു? ഇതിനെ ഈ ഹർത്താലിനെ പിന്തുണച്ച ആളുകളെ പോലും മോശം ആക്കുന്ന രീതിയിലുള്ള പ്രവണതയാണ് ഇന്ന് ഇത്രയും ആളുകൾ ഹർത്താലിന് ആഹ്വാനം ചെയ്ത് ഈ പ്രതിഷേധങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. അവരെന്ത് പൊട്ടരാണോ? അവർക്കൊന്നും വേറെ ജോലിയൊന്നുമില്ലേ? അവരുടെ വീട്ടിലെ പയ്യനായിട്ടാണോ ഇത്രയും ആളുകൾ ഹർത്താലിന് ആഹ്വാനം ചെയ്ത് പ്രതിഷേധവുമായിട്ട് ഇന്ന് രംഗത്ത് വന്നത്? ഇത് പ്രതിഷേധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ കണ്ടില്ലേ, ഇത്രയും ആ ഒരു പയ്യന് നീതി മേടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ ആളുകളും കൂടെ മുന്നിട്ടിറങ്ങിയാലേ പറ്റൂ. അതിന് വേണ്ടിയിട്ടാണ് ഇത് മുമ്പേ പറഞ്ഞിട്ടുള്ള ഹർത്താലാണ്, മുമ്പേ ആഹ്വാനം ചെയ്തിട്ടുള്ള ഹർത്താലാണ്. ഇന്ന് മാത്രം ആളുകൾക്ക് ഓരോ ആവശ്യങ്ങൾ അങ്ങോട്ട് വന്ന് എല്ലാ ആളുകളും ഒറ്റക്കെട്ടായിട്ട് ഇതിന് ഒരു സപ്പോർട്ട് കൊടുത്തായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ചിലപ്പം ഇതിന് ഈ നിതിൻ രാജിന് ചിലപ്പോൾ ഒരു നീതി കിട്ടിയേനെ. പക്ഷേ ഇനി കിട്ടാൻ പോകുന്നില്ല. കാരണം ഇന്നത്തെ ഹർത്താലോടുകൂടി അത് അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലായി അല്ലേ. ഞാനിവിടെ ഒരു പോസ്റ്റ് വായിക്കാം. നിതിൻ രാജിൻ്റെ മരണം സംഗീത ഒരു പോസ്റ്റ് വയ്ക്കുന്നുണ്ട്. സംഗീത നമ്പ്യാരെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. ഒന്നാം പ്രതി ഡോക്ടർ MK റാം ഒളിവിൽ തന്നെ. കണ്ടോ, ഇതുവരെ അയാളെ പിടിച്ചിട്ട് പോലും ഇല്ല നമ്മളെ കേരള പോലീസ്. ഇന്ന് കണ്ടില്ലേ, ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ട് കടകളെല്ലാം തുറന്നു പ്രവർത്തിക്കുന്നു, ബസ്സുകളെല്ലാം ഓടുന്നു, വാഹനങ്ങളെല്ലാം ഓടുന്നു. എല്ലാവരും അവരേതായിട്ടുള്ള ജോലികളിലും അവരേതായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഓടി നടക്കുവാണ്. പിന്നെ എങ്ങനെ നാളെ ഈ ഒരു അവസ്ഥ നമുക്കോ എനിക്കോ നിങ്ങൾക്കോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും പിന്തുണയ്ക്കുമോ? ഇല്ല, ഒരു മനുഷ്യനും പിന്തുണയ്ക്കത്തില്ല. പിന്തുണയ്ക്കണമെങ്കിൽ ഇതുപോലൊരു ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ട് അവരെ കൂടെ നിന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നാളെ ഇങ്ങനൊരു അവസ്ഥ നമുക്ക് ഒരു സമയത്ത് നമ്മളെയും പിന്തുണയ്ക്കാൻ ആളുകൾ കാണും ഇല്ലേ. ഇന്ന് ഒരുപാട് പട്ടി ഷോ ഞാൻ കണ്ട്. ഹർത്താലുമായിട്ട് ബന്ധപ്പെട്ട് ബൈക്ക് കൊണ്ടുപോയിട്ട് ബൈക്കിനകത്ത് പ്രതിഷേധം കാണിക്കുന്നു, അത് കഴിഞ്ഞിട്ട് പ്രതിഷേധക്കാരുടെ വണ്ടി തടയുന്നു. ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഒരു ഹർത്താൽ DYFI അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള BJPയോ അല്ലെങ്കിൽ CPIO ഏതെങ്കിലും ഒരു പാർട്ടിയാണ് ഇത് നടത്തിയെങ്കിൽ ഈ ആരെങ്കിലും വെളിയിറങ്ങുമോ? ആരെങ്കിലും ഏതെങ്കിലും വണ്ടി കൊണ്ട് വെളിയിറങ്ങുമോ? ആരെങ്കിലും തിരിഞ്ഞ് സംസാരിക്കുമോ? തിരിഞ്ഞു നിൽക്കുമോ? ഇല്ല, ഒരുത്തനും തിരിഞ്ഞിക്കത്തില്ല, മുട്ടിയിടിക്കും. ആ ഒരു പയ്യൻ്റെ കേസായതുകൊണ്ട് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ എന്തുവാടേ. പിന്നെ എങ്ങനെ നീതി കിട്ടും ആ പയ്യനെ? എന്തായാലും ഞാനിവിടെ 1-2 ക്ലിപ്പുകൾ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടുപോകും. ഇന്ന് ഹർത്താലുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം തന്നെ ഒരുത്തൻ്റെ ഒരു ഷോ ഓഫ് കാണാം. കാരണം ഇവൻ്റെ വീട്ടിലാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ബൈക്ക് എടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെ ഷോ ഓഫ് കാണിക്കുമോ? ആ ഹർത്താലിൽ ആഹ്വാനം ചെയ്തിട്ടുള്ള ആളുകൾ കൂടെ പിന്തുണച്ചുകൊണ്ടല്ലേ അവൻ നിൽക്കൂ? ആ പയ്യന് നീതി മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ ഹർത്താൽ വെച്ചേക്കുന്നത്. അപ്പോൾ ആ ഹർത്താലിന് വേണ്ടിയിട്ട് എല്ലാവരും ഒരു സപ്പോർട്ട് കൊടുക്കണ്ടേ? അതല്ലേ വേണ്ടുന്നത്. ആദ്യം തന്നെ അവൻ്റെ പട്ടി ഷോ ആണ്. നമുക്ക് ബൈക്കിനകത്ത് അവൻ വന്നിട്ട് പട്ടി ഷോ, വെറും പട്ടി ഷോ ആണ് അവൻ കാണിക്കുന്നത്. നോക്കിയേ.
നീ ആളാകാൻ വേണ്ടി വന്നോ ഇവിടെ കേട്ടോ. ഓക്കെ, അവനീ അത്രയും അർജൻറ്റ് പോലും അല്ല, കണ്ടില്ലേ? എന്നിട്ടും ഇവിടെ ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ടൊന്നുമല്ല ഈ സമരം നടത്തിയിരിക്കുന്നത്. ഒരു 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 സാധാരണക്കാരനായിട്ടുള്ള ഒരു പാവപ്പെട്ട ഒരു പയ്യന് വേണ്ടിയിട്ടാണ്, അവനിക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമരം ആഹ്വാനം ചെയ്തിട്ടുള്ളത്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് അല്ലേ. അപ്പം അവർക്കുള്ള പിന്തുണ നമ്മൾ കൊടുത്തിരിക്കണം. ഹർത്താലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള പൂർണ്ണ പിന്തുണ കൊടുത്തിരിക്കണം. അല്ലാതെ ഹർത്താൽ അവിടെ കിടക്കട്ടെ, നമുക്ക് നമ്മളെ വഴി, എവിടെങ്കിലും ഏതെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും ചെയ്തെന്ന് എഴുതിയിട്ട് അവനിക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് എഴുതിയിട്ട് എനിക്കെന്ത് എന്നുള്ളൊരു മൈൻഡോട് കൂടി നടക്കുന്ന ആളുകളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കും. നാളെ നിങ്ങളെ കുടുംബത്തും ഇതുപോലൊരു അവസ്ഥ വരുമ്പോഴത്തേക്ക് നിങ്ങളെയും സപ്പോർട്ട് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്കും പിന്തുണ കിട്ടണമെങ്കിൽ ഇതുപോലുള്ള ഹർത്താലുകളിൽ നമ്മളും പങ്കെടുക്കണം. അതിന് നമ്മളും സപ്പോർട്ട് കൊടുക്കണം. നമ്മളെ കൊണ്ട് വേറൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഉറപ്പായിട്ട് സപ്പോർട്ട് കൊടുക്കണം. ചിലപ്പം ഒരുപാട് ആളുകൾ ചിലപ്പോൾ ഇതിനെ അനുകൂലിച്ച് വരാം, പ്രതികൂലിച്ച് വരാം. ചില ആളുകൾ ചിലപ്പം ഇതിനെ അനുകൂലിക്കത്തില്ലായിരിക്കാം. ചിലപ്പോൾ അവർ വരിക്കും എന്തുവഴി വണ്ടിയൊക്കെ തടഞ്ഞു നിർത്തിയിട്ടാണ് ഇവന്മാരൊക്കെ ഹർത്താൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് എന്തിനാണ് ശല്യം ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു പയ്യന് നീതി കിട്ടാൻ വേണ്ടിയിട്ട് കാരണം നമ്മളെ കേരള സർക്കാർ, പിണറായി വിജയൻ സർക്കാർ ഇത്രയും ദിവസമായിട്ട് എന്ത് ചെയ്തു ഈ ഒരു സംഭവത്തിൽ? ആ പയ്യന് നീതി മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തോ? ഇല്ല. കേരള പോലീസ് കൈയും കെട്ടി നിൽക്കുമല്ലേ, എന്തെങ്കിലും ചെയ്തോ? ഇല്ല. നേരെ മറിച്ച് കണ്ടില്ലേ, ഹർത്താലിന് ഈ പറഞ്ഞിട്ടുള്ള ആളുകൾക്കും പ്രതിഷേധിക്കുന്ന ആളുകൾക്കല്ല, ഹർത്താലിൽ പങ്കെടുക്കുന്ന ആളുകൾക്കല്ല, അവിടെ വരുന്ന വണ്ടികളെല്ലാം പൂർണ്ണ സപ്പോർട്ട് കൂടി വണ്ടികളെ കടത്തി വിടുന്നു, ആളുകളെ കടത്തി വിടുന്നു. പോലീസിൻ്റെ ഭയങ്കര സപ്പോർട്ട് തന്നെ അവിടെ ഉണ്ട് അല്ലേ. ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്? ഇതെന്തുവാ വല്ല ഈ പറഞ്ഞ പോലെ വല്ല UP ബീഹാറെങ്ങാണോ ആണോ? ഒരു പയ്യൻ്റെ ഒരു നീതിക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പം എല്ലാവരും കൂടെ ഒത്തൊരുമയോട് നിൽക്കേണ്ട. ഹർത്താലെന്ന് പറഞ്ഞാൽ ഹർത്താൽ അവിടെ കിടക്കണം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ വല്ല DYFI അല്ലെങ്കിൽ KSU വരെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഹർത്താലാണെങ്കിൽ മുട്ടിടിയും. ഏതെങ്കിലും ഒരുത്തം വന്ന് ഇവിടെ നിന്ന് വാ തുറക്കുമോ? ഷോ കാണിക്കുമോ? ഇല്ല. ഹർത്താലെന്ന് പറഞ്ഞാൽ ഹർത്താലായിരിക്കും അവിടെ. ഓക്കെ, ഞാനിനി ഇവിടെ ഒരു വീഡിയോ കൂടെ ഞാൻ ഇവിടെ വെച്ച് തരാം, ഒരു ഷോ ഓഫും കൂടെ ഞാൻ ഇവിടെ വെച്ച് തരാം. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. അറിയത്തില്ലേ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ? അറിയണം. എന്തുണ്ടായി? ന്യൂസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് യാത്രക്കാർക്ക് തടസ്സം ഉണ്ടാക്കരുതെന്ന്. KSRTC ബസ് വിടണമെന്നാ പറഞ്ഞത്. എന്തുകൊണ്ട് അവർ വിട്ടില്ല? ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ പൊടിക്കുഞ്ഞുങ്ങൾ കഴിക്കാത്തതാ. കണ്ടോ, ഒരു ചിന്തിക്കാനുള്ള കഴിവില്ലേ? നാളെ ഒരു കാലത്ത് അവന്മാർ വീട്ടിലായിരുന്നു, അവന്മാർ ഇത് ചെയ്തേ, അവന്മാർ ഭാര്യമാരെല്ലാം ജോലിക്ക് പോകുന്നില്ലേ? നിങ്ങൾ അങ്ങനെ പോകും? സമരക്കാരോട് പറ, ഓട്ടോ പിടിച്ചു വിടാൻ പറ. എങ്ങോട്ടാ പോണ്ടേ? സമരക്കാർക്ക് നിങ്ങളുള്ള പെരുമാറ്റം എങ്ങനെയായിരുന്നു? ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ തടഞ്ഞു നിർത്തിയപ്പോ എന്തോ ഡ്രൈവർ വന്നപ്പോ പറഞ്ഞു വിട്ടു. ഞങ്ങളൊന്നും മിണ്ടിയില്ല. പോലീസിന് പറയുന്നുണ്ടോ കൊണ്ടുവരണമെന്നാണ്? വേണ്ട,
സഹായം വേണം. ഇതൊക്കെ വെറും പട്ടിഷോ എന്ന് ഞാൻ പറയാം. കാരണം ഇതൊക്കെ ഹർത്താലൊക്കെ ഒരാഴ്ചയ്ക്ക് മുമ്പ് ആഹ്വാനം ചെയ്ത കാര്യമാണ്. അതാണ് പറയുന്നത്, ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയണമെങ്കിൽ വല്ലപ്പോഴും വാർത്തയും ന്യൂസും കാര്യങ്ങളും ഇതൊക്കെ കണ്ടാലേ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ കുറേ ഇൻസ്റ്റാഗ്രാമിൽ കയറി കുറേ റീൽസും കണ്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നടന്നു കഴിഞ്ഞാൽ മോളെ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാൻ പറ്റത്തില്ല. ഇപ്പം പറഞ്ഞല്ലോ, അതുപോലൊരു അച്ഛനും അമ്മയും അവിടെ ഇരുന്ന് വിഷമിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ്, അവർക്കെങ്കിലും നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കടന്ന ആളുകൾ ഇത്രയും ഹർത്താലിന് ആഹ്വാനം ചെയ്ത് ഇത്രയും പ്രതിഷേധങ്ങൾ ചെയ്യുന്നത്. ആ പയ്യന് നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങളെല്ലാവരും എന്ത് ചെയ്ത്, എത്ര അർജൻറ്റൊന്നും അല്ലല്ലോ നിങ്ങൾക്കൊന്നും, ഇത്ര അർജൻറ്റൊന്നുമല്ല. ഒരു ദിവസം നിങ്ങൾക്ക് വീട്ടിൽ അവിടെ നിങ്ങളെ കാര്യങ്ങൾ ഇപ്പം അത്ര എമർജൻസി കേസൊന്നും അല്ലല്ലോ. ഒരു ദിവസത്തേക്ക് നിങ്ങൾ വീട്ടിലിരിക്കുക, പിറ്റേന്ന് നിങ്ങൾക്ക് പോകേണ്ട സ്ഥലങ്ങളിൽ പോവാം. ഒരു ദിവസത്തിന് ആ പയ്യന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊന്ന് സഹകരിച്ചുകൂടെ? എന്നിട്ട് അവിടെ കിടന്നൊരു പട്ടി ഷോ കാണിക്കുന്നു, ഓട്ടോ വിളിച്ചു തരാൻ. നടന്ന് നിങ്ങളൊക്കെ വീട്ടിൽ പോകണം, അതാണ് വേണ്ടുന്നത്. ഇനി ഞാനിവിടെ ഒരു യുവതിയുടെ ഒരു വീഡിയോ വയ്ക്കാം. പിണറായി വിജയൻ്റെ വായടപ്പിച്ചുകൊണ്ടൊരു യുവതി പൊട്ടിത്തെറിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ആ യുവതിയുടെ ഒരു വീഡിയോ ഞാൻ ഇവിടെ വയ്ക്കാം. യുവതി പറയുന്നത് നിങ്ങളൊന്ന് കണ്ടു. ഇവർ ആരാണെന്ന് ഞാൻ അറിയത്തില്ല, ജസ്റ്റ് ഞാനിന്ന് കണ്ടതാണ്. സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കയറി വന്നൊരു സംഭവമാണ്. എന്തായാലും അടിപൊളിയെന്ന് ഞാൻ പറയൂ. കാരണം ഇതുപോലെ വേണം പ്രതികരിക്കാൻ. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഹർത്താലാണെങ്കിൽ, ഇപ്പം നമ്മൾ ഇതൊന്നുമല്ല, ഒരുപാട് വീഡിയോകളുണ്ട്, ഒരുപാട് നാടകങ്ങളുണ്ട്. കടകൾ തുറന്നു വയ്ക്കുന്നു, കടകൾ തുറന്നു വയ്ക്കുക, അടയ്ക്കാൻ പറയുന്ന സമയത്ത് കടക്കാരന്മാർ പൊട്ടിത്തെറിക്കുന്നു എന്ന് വേണ്ട ഭയങ്കര ഷോ ഓഫ് കാണിക്കുന്ന കുറേ സംഭവങ്ങൾ ഞാനിത് കണ്ടു. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഹർത്താലാണെങ്കിൽ ഇവരൊക്കെ ഈ ഷോ ഓഫ് കാണിക്കുമോ? ഇല്ല, കിണുങ്ങാമണി വിറയ്ക്കും. എന്തായാലും ഈ ലേഡി പറയുന്നത് ആരാന്നറിയത്തില്ല, എന്തായാലും ഒരു ലൈക്ക് ഈ ലേഡിക്ക് അങ്ങ് കൊടുത്തരാം കേട്ടോ. അതുപോലെ നിങ്ങളെല്ലാവരും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ എന്തായാലും ഈ ഹർത്താലിന് പിന്തുണ വയ്ക്കുന്ന ആളുകൾ കൂടെ തന്നെയാണ്. കാരണം ആ പയ്യന് നീതി കിട്ടണോടെ. നാളെ അല്ലെങ്കിൽ മറ്റൊരു പയ്യൻ ഇതേപോലെ ഒരു അവസ്ഥ വരുന്ന സമയത്ത് അവൻ്റെയും അവസ്ഥ ഇതുപോലെ ആവും. ഈ പയ്യന് നീതി കിട്ടിക്കഴിഞ്ഞാൽ നാളെ ഇനി ഒരു ഈ പറഞ്ഞ പോലെ ഇങ്ങനൊരു സംഭവം ഇനി ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഈ പയ്യന് നീതി കിട്ടിയേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ആ യുവതിയുടെ വാക്കുകൾ നിങ്ങളൊന്ന് കണ്ടു. ഓക്കെ, അടാറ് മുതൽ തന്നെ കേട്ടോ, ഇങ്ങനെ വേണം കൊടുക്കേണ്ടത്. തിരുവനന്തപുരത്തെ കാക്കിയുടെ ബലത്തിൽ സാധാരണക്കാരന് നെഞ്ചത്ത് കയറുന്ന പോലീസ് ഏമാമാരോടാ ചോദിക്കുന്നത്, നിന്റെയൊക്കെ അമ്മയുടെ വീടിന്റെ അടുത്ത കെട്ടുത്സവം കൊണ്ടുവന്ന യാത്രയാണോടാ ഹർത്താലിന് നടത്തിക്കൊണ്ടിരിക്കുന്നത്? റോഡ് ഒഴിച്ചിട്ടും വണ്ടി പറഞ്ഞു വിടാനെ കൊണ്ട്. ഹർത്താലിന്റെ അർത്ഥം എന്തോ? നീയൊക്കെ ഈ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടിക്കാർ ഹർത്താൽ നടത്തുമ്പോൾ ഓച്ചാനിച്ച് റോഡിന്റെ സൈഡിൽ പോയി കൊടിയുടെ മറവിൽ ഒളിച്ചു നിൽക്കുന്ന മറ്റേമ്മമാർ ഇപ്പൊ വന്നിട്ടും സാധാരണക്കാരനെയും ദളിതനെയും പട്ടികജാതിക്കാരനെയൊക്കെ അടിച്ചൊതുക്കാൻ വേണ്ടി നിനക്കൊക്കെ നല്ല കയ്യൊക്കെ ഉണ്ടല്ലോ. ഇവിടെ കേരളത്തിൽ ഒന്നാം തരം ഹർത്താൽ പ്രതിഷേധം നടക്കുന്ന തിരുവല്ലയിൽ, അങ്ങ് കോട്ടാലി പോലുള്ള സ്ഥലങ്ങളിലോട്ട് നീയൊക്കെ ഈ കാക്കിയിട്ടുകൊണ്ട് ചെന്ന് കയറി കൊടുക്കണം. അവന്മാർ വെട്ടിപ്പൊളത്തി നിന്നെയൊക്കെ അങ്ങ് തിരുവനന്തപുരം തലസ്ഥാന നഗരിയിലോട്ട് വിടാം. എന്നിട്ട് നിന്റെ മന്ത്രിമാർ വരെ മറ്റോമാരുടെ മുമ്പിൽ പോയി ഓച്ചാനിച്ച് നിൽക്കും. കാരണമേ ഞങ്ങളുടെയൊക്കെ ഒരു കൂട്ടം ആളുകളുടെ വോട്ട് മേടിച്ചിട്ടാണ് നിന്റെയൊക്കെ ഏമാമാർ അവിടെ ഇരിക്കുന്നത്. അതിന് നട്ടലുള്ള ഈ സ്റ്റാറിന് ഉറപ്പുള്ളവന്മാർ ഇറങ്ങി വരട്ടെ. നീയൊക്കെ എന്തുറപ്പിരുന്നോട്ടാ കാണിക്കുന്നത്? ശരി, പൊതുജനങ്ങളെ ദ്രോഹിക്കുന്നു. ഈ പറയുന്ന പൊതുജനങ്ങൾ, ക്യാൻസർ പേഷ്യന്റ് പോലുള്ള ആളുകൾ, ഈ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഹർത്താൽ നടക്കുമ്പോൾ, കൊറോണ പോലുള്ള ഒരു പാൻഡമിക് സിറ്റുവേഷൻ കേരളത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യയിൽ വരുമ്പോൾ, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ കാലേ കൂട്ടി അറിയുമ്പോൾ നമുക്കൊരു സ്ഥലത്ത് പോകണമെങ്കിൽ നേരത്തെ അവിടെ പോകണം, ഹോസ്പിറ്റലുകൾക്ക് പോകണം. ഹോസ്പിറ്റലിൽ പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതിനടുത്തുള്ള ബന്ധു വീടുകളിലോ അതിൻ്റെ അടുത്തുള്ള റൂമുകളെടുത്തോ താമസിക്കണം. പട്ടികജാതിക്കാരൻ്റെ ഹർത്താലിൻ്റെ അന്ന് മാത്രം തെരുവിലിറങ്ങും. കൊച്ചുങ്ങൾക്ക് പാല് പോലും കിട്ടുന്നില്ല, കൊച്ചിന് ആഹാരം കൊടുത്തില്ല, നമ്മൾ ഓരോ തള്ളമാർ. ഇതൊക്കെ രാഷ്ട്രീയ ഭൂതന്ത്രമല്ലേ? ഇതൊക്കെ നീയൊക്കെ നാടകം കളിപ്പിക്കാൻ വേണ്ടി, ദളിത് ഹർത്താലുകൾ അട്ടിമറിപ്പിക്കാൻ വേണ്ടി കേരളത്തിൻ്റെ ഓരോ ഭാഗത്ത് ഓരോ വേഷം കെട്ടിലുമായിട്ട് ഓരോരുത്തരെ ഇറക്കി വിട്ടിട്ടുണ്ട്. തിരുവല്ല നാട് ഒരുത്തൻ ബുള്ളറ്റ് കൊടുത്തുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അവന് കുറച്ച് മീഡിയ പബ്ലിസിറ്റി, കുറച്ച് ശ്രദ്ധ പറ്റണമായിരുന്നു. കുറേ മാധ്യമങ്ങളുണ്ട്, ഈ മുൻകിട ചാനലുകൾ, അതിൻ്റെയൊക്കെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല. ഇപ്പം സമരം അവസാനിപ്പിച്ചു, സമരക്കാർ പിന്തിരിഞ്ഞു പോയി, സമരക്കാരെ കയ്യേറ്റം ചെയ്തു. ഇവിടെ സമരം നടത്തുന്നവൻ്റെ അണ്ണാക്കി കയറി കൈയിട്ടിട്ട് ചൊറിയാൻ പോയിട്ട് നീയൊക്കെ സമരം നിർത്തി. പട്ടികജാതിക്കാരൻ ഒരുത്തൻ, ഒരു ഡോക്ടറാണ്ട് ഒരുത്തനെ അവിടെ എല്ലാം കൂടെ കൊല വിളിച്ചിട്ടിട്ട് അവന് വേണ്ടി ഈ നാട്ടിൽ പ്രതിഷേധിക്കുമ്പോൾ ഒരുത്തൻ വന്നിട്ട് ചോദിക്കുക, ഹർത്താൽ നടത്തി കഴിഞ്ഞാൽ ഈ ചത്തവൻ എഴുന്നേറ്റ് വരും. ആ വരുവാടാ. ഈ ആഴ്ചത്തെ പുതിയ പഠനങ്ങളിൽ അതായിരുന്നു തെളിഞ്ഞത്. സമരം നടത്തി കഴിഞ്ഞാൽ ചത്തവൻ എഴുന്നേറ്റ് വരുമെന്ന്. ഞാൻ ഇന്നലെ പറഞ്ഞാൽ ഒരുത്തം വന്ന് കമന്റ് ഇട്ടപ്പോൾ പറഞ്ഞ പോലെ
ഈ രാഷ്ട്രീയക്കാരൻ്റെ അടിമയായിട്ട് കുറച്ച് അധികാരം കൈ കയറി കഴിയുമ്പോഴത്തേക്ക് നട്ടലുള്ള ആണുങ്ങളെ, കൈകൃത്തുള്ള ആണുങ്ങളെ കാണാതെ, അല്ലെങ്കിൽ പെണ്ണുങ്ങളെ ആണെങ്കിലും കാണാതെ ദളിത് ഹർത്താലല്ലേ ഇവന്മാരെയൊക്കെ ഒരു പാഠം പഠിപ്പിച്ചേക്കാൻ തല്ലി ചതച്ചേക്കാന്ന് പറഞ്ഞ് ഹുങ്കിലിറങ്ങുന്ന കുറേ അവന്മാരുണ്ട്. അപ്പം നീയൊക്കെ പിടിച്ചോണ്ട് പോകുന്നവന്മാർ ഇവന്മായിട്ട് തല്ലി ചതക്കണം. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോലുള്ള സ്ഥലങ്ങളിലോട്ടൊന്ന് ഇറങ്ങി നടക്കണം. നട്ടപ്പകല്, രാത്രിയല്ല ഞാൻ പറഞ്ഞത്, നട്ടപ്പകല് നീയൊക്കെ ഒന്ന് ഇറങ്ങി നോക്കണം. ഇനി ഒരുത്തനെയും കൂടെ തൊട്ടിട്ട് ഇത് പഴയ രീതിയല്ല. നിതിൻ്റെ വിഷയത്തോടെ തന്നെ ഈ നാട്ടിൽ ഒരു വിഭാഗം ആളുകൾ ഒറ്റക്കെട്ടാണെന്ന് നിനക്കൊക്കെ ഇപ്പോൾ ബോധ്യമായല്ലോ. എന്തായാലും പുള്ളിക്കാരി ഫയർ കൊടുക്കേണ്ടതുപോലെ കൊടുത്തിട്ടുണ്ട്, ഒരു രക്ഷയില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഇതിന് നീതി കിട്ടണം. ഇതിൻ്റെ കൂടെ തന്നെയാണ് ഞാനും. ഈ ഹർത്താൽ ഫെയിലായി കഴിഞ്ഞാൽ അടുത്ത ഹർത്താലിന് ആഹ്വാനം ചെയ്യണം. അങ്ങനെ ഓരോരുത്തരും അവനവൻ്റെ കാര്യം നോക്കി മാത്രം അങ്ങോട്ട് സെൽഫിഷായിട്ട് പോകേണ്ട കാര്യമില്ല. ഇതുപോലെ നമ്മുടെ നാട്, ഞാൻ പറഞ്ഞല്ലോ, ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ഇറങ്ങിയില്ല, ഇതുപോലുള്ള കാര്യങ്ങളിൽ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങിയില്ല, ജാതിയും മതവും ഈ പറഞ്ഞിട്ടുള്ള ഒന്നും നോക്കാതെ നമ്മൾ മനുഷ്യൻ എന്നുള്ളൊരു ലേബലിൽ ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങിയില്ലെങ്കിൽ നാളത്തെ UPയും നാളത്തെ ബീഹാറൊക്കെ ഉണ്ടല്ലോ, കേരളമാവും. മനസ്സിലാവും. ഇപ്പോഴേ അത് ആയിക്കൊണ്ടിരിക്കുവാണ്. അത് പൂർണ്ണമായിട്ടും അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഒറ്റക്കെട്ടായിട്ട് നമ്മളെല്ലാം ഇതുപോലുള്ള ഇതിനൊക്കെ പ്രതികരിക്കണം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിലും ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം. സീ യു. ഗുഡ് നൈറ്റ്.